കഴിഞ്ഞ ദിവസം മകരവിളക്ക് പ്രമാണിച്ച് ശബരിമലയിൽ മകരജ്യോതി തെളിഞ്ഞത് എല്ലാ ചാനലുകളും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്ക ചാനലുകളും വാർത്ത കൊടുത്തത്. എന്നാൽ ഒരു ചാനൽ ഒഴിച്ച് റിപ്പോർട്ടർ ചാനല് ഇപ്രകാരമാണ് വാർത്ത കൊടുത്തത്: ശബരിമലയിൽ മകരവിളക്ക് തെളിച്ചു. അത് അവരുടെ ഓൺലൈൻ പോസ്റ്റിലായാലും അവരുടെ ലൈവ് സ്ട്രീമിങ്ങിലായാലും എല്ലാത്തിലും അവരൊരു 100 വട്ടം ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ശബരിമലയില് മകരജ്യോതി തെളിച്ചു എന്നും. ബാക്കിയുള്ള എല്ലാ ചാനലുകളും എല്ലാ വർഷത്തെയും പോലെ പൊന്നമ്പലം വീട്ടിൽ മകരജ്യോതി തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യൂസ് കൊടുത്തത്. കാലാകാലങ്ങളായിട്ട് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് എല്ലാ ചാനലുകളും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം റിപ്പോർട്ടർ ചാനലിൽ മാത്രം എന്തോ ഒരു ഇതിന്റെ പുറത്താണ്. റിപ്പോർട്ടർ ചാനലിലെ കുറച്ച് ഈ പിതാവില്ലാത്തമാരുടെ കഴപ്പങ്ങോട്ട് മാറിക്കാണും അങ്ങനെ പറഞ്ഞപ്പം. ഇത് എടുത്തെടുത്ത് 1000 വട്ടം ആവർത്തിച്ച് പറഞ്ഞപ്പം റിപ്പോർട്ടർ ചാനലിലെ മാധ്യമോളികളെ, ശബരിമല എന്ന് പറയുന്ന പുണ്യക്ഷേത്രം അത് നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യരാണ്. അവിടെ ഇരിക്കുന്ന ആ ശാസ്താവിന്റെ അയ്യപ്പന്റെ വിഗ്രഹം അത് നിർമ്മിച്ചതും മനുഷ്യരാണ്. അവിടുത്തെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന് മുമ്പിലെ കൊടിമരം അത് നിർമ്മിച്ചിട്ടുള്ളതും മനുഷ്യരാണ്. എന്തിനേറെ പവിത്രമായിട്ടുള്ള പൊന്ന് 18-ാം പടി അത് നിർമ്മിച്ചിട്ടുള്ളതും മനുഷ്യരാണ്. എന്ന് വേണ്ട, അവിടുത്തെ പുണ്യ പൂങ്കാവനത്തിലെ ഓരോ പുൽത്തകിടികൾ പോലും നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ അവർക്കെല്ലാം അറിയാം, ഈ അയ്യപ്പ ഭക്തർക്കെല്ലാം അറിയാം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അത് നീയൊക്കെ പ്രത്യേക എന്തോ ഉദ്ദേശത്തിന്റെ പുറത്ത് ഇതിന്റെ പുറത്ത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ്. നീയൊന്നും അങ്ങനെ പറഞ്ഞത് കൊണ്ട് ശബരിമലയ്ക്കോ ഈ പറയുന്ന അയ്യപ്പ വിശ്വാസികൾക്കോ ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശബരിമലയുടെ ഒരു പവിത്രതയും ഇതുകൊണ്ട് കുറയാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? മാലയിട്ട് വ്രതമെടുത്ത് ശരണം വിളിച്ച് മല കയറി അവിടെ എത്തി സന്നിധാനത്തെത്തി ആ ഒരു നിമിഷം ആ അയ്യപ്പനെ ഒന്ന് ദർശിച്ച് മകരജ്യോതി മകരവിളക്കം കണ്ട് തൊഴുമ്പോൾ ആ ഭക്തന്മാർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരു നിർവൃതി ഉണ്ട് മനസ്സിൽ. അത് നിന്നെ പോലെ ഭക്തി ഇല്ലാത്തവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നീയൊക്കെ ഒരു 1000 അല്ല 10,000 വട്ടം ഇനിയും വിളിച്ചു പറയണം, മകരജ്യോതി തെളിയിച്ചു ഇനിയും വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ശബരിമലയ്ക്കോ ഈ പറയുന്ന ഭക്തർക്കോ ഒന്നും ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത സീസണിലും ലക്ഷക്കണക്കിന് ഭക്തർ കൂടുതൽ വരത്തേ ഉള്ളൂ ശബരിമലയിലോട്ട്. മനസ്സിലായില്ലേ? അപ്പം റിപ്പോർട്ടർ ചാനലിന്റെ മാത്രം കുറച്ച് തന്തയില്ലാത്തവന്മാരുടെ കടി ഇത് പറഞ്ഞത് കൊണ്ട് തീർന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ ശബരിമലയ്ക്കും വിശ്വാസികൾക്കും ഒരു കോട്ടവും തട്ടാനും പോകുന്നില്ല.